സ്പർശഗണിതം എന്ന് കേട്ടിട്ടുണ്ടോ? സ്പർശഗണിതം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കാഴ്ച പരിമിതിയുള്ള കുട്ടികളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് സ്പർശഗണിതം എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഈ നോട്ടുകളെയൊക്കെ തൊട്ടറിയാൻ സഹായിക്കുന്ന നോട്ടെക്സ് എന്ന ഉപകരണം പ്രദർശനമേളയിലെ പ്രധാന കൗതുകമാണ്. അതായത് കണ്ണിന് കാഴ്ച പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഈ പറയുന്ന വസ്തുക്കളെയൊക്കെ തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാനുള്ള സംവിധാനമാണ് സ്പർശഗണിതത്തിലൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ആ കാഴ്ചയിലേക്ക് ഒന്ന് പോകാം. He has no friends. Every evening he plays with a ball. Chotu the monkey sees the ball. മുന്നിലുള്ള ഇരുട്ടിനെ വെല്ലുവിളിച്ചായിരുന്നു കാഴ്ചപരിമിതിയുള്ള ഈ കുട്ടികൾ അക്ഷരങ്ങൾ വായിച്ചെടുക്കുകയും നോട്ടുകൾ കൃത്യമായി എണ്ണിത്തിട്ടപ്പെടുത്തുകയും ചെസ് ബോർഡിലെ കരുക്കൾ ഉപയോഗിച്ച് കൃത്യമായ നീക്കങ്ങൾ നടത്തുകയും ചെയ്തത്. ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ഈ കുട്ടികൾ പരിമിതികളെ മറികടക്കുന്നത്. പേപ്പറിൽ എഴുതുക അല്ലെങ്കിൽ ബ്രെയിലർ യൂസ് ചെയ്ത് എഴുതുകയായിരുന്നു. അപ്പോൾ അത് വായിക്കുന്ന കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു. ഇന്നിപ്പോൾ ടെക്നോളജി വികസിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് അവർ കേട്ട് പഠിക്കുന്നതിനപ്പുറം വായന പ്രോത്സാഹിപ്പിക്കാൻ അതിനൊപ്പം ടെക്നോളജി, അങ്ങനെയാണ് ഈ ഓർബിറ്റ് റീഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബ്രെയിലർ, ഓർബിറ്റ് റീഡർ, സ്നേക്ക് ആൻഡ് ലാഡർ, ചെസ് ബോർഡ് എന്നിങ്ങനെ കുട്ടികൾക്കായി നിരവധി ഉപകരണങ്ങളാണ് ഒരുക്കി വെച്ചത്. നോട്ടെക്സിൽ പിടിച്ചു നോക്കി സംശയമേതുമില്ലാതെ കുട്ടികൾ 50-ന്റെയും 100-ന്റെയും നോട്ടുകൾ കൃത്യമായി എടുത്തു നീട്ടിയത് കണ്ടുനിന്നവരെ അത്ഭുതപ്പെടുത്തി. ഏതാ നോട്ടെന്ന് പറയണേ, തൊട്ട് നോക്കി പറഞ്ഞേ. അങ്ങനെ വെച്ചു നീ 50 കയ്യിലുള്ള നോട്ടുകൾ വലിപ്പ വ്യത്യാസമനുസരിച്ചാണ് അവ 50-ന്റേതാണോ 100-ന്റേതാണോ എന്ന് കൃത്യമായി എണ്ണി പറയുന്നത്. ഇത് ഇങ്ങനെ വെക്കുമ്പോ ഒരു അതിന്റെ നീളം അനുസരിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പൊ ഏത് വെട്ടിലാണ് വന്ന് നിന്ന് അതിന് നേരെയുള്ള നമ്പർ ആയിരിക്കും ആ പൈസ. അങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചത്. കേരള സയൻസ് കോൺഗ്രസിന്റെ ഭാഗമായി ഒരുക്കിയ സ്പർശഗണിതത്തിലൂടെ കുട്ടികൾ കണക്കിനെ തൊട്ടറിയുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.